പാർത്ഥ, നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ്. ഇനി ഒരു 3 മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കേരളം നേരിടുകയാണ്. അപ്പോൾ നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വളരെ നേരത്തെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പോൾ ഇപ്പോഴും കോൺഗ്രസ് അതുപോലെ തന്നെ അതിനെല്ലാം പ്രിപ്പയർഡാണ്. നേരത്തെ തന്നെ ലിസ്റ്റ് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാലും പലയിടങ്ങളിൽ നിന്നും പല അഭ്യൂഹങ്ങളും ആരായിരിക്കാം എന്നുള്ള ഒരു ഇത് വരുന്നുണ്ട്. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഒരു സാധ്യതയെക്കുറിച്ച് എന്താണ് പാർത്ഥന് പറയാനുള്ളത്? കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ കുറിച്ച് പ്രധാനമായിട്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നതിലുപരിയായിട്ട് ഇപ്പം VD സതീശനെ പ്രഖ്യാപിച്ച നിർണായകമായ ഒരു കാര്യമുണ്ട്. അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 50% യുവ പ്രാതിനിധ്യം കോൺഗ്രസ് ഉറപ്പുവരുത്തും എന്നാണ് പറയുന്നത്. അത് വിപ്ലവകരമായ കാര്യമാണ്. ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അങ്ങനെ സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 50% യുവ പ്രാതിനിധ്യം എന്നൊക്കെ പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അപ്പം ആ രീതിയിലേക്ക് പോവുകയും യുവാക്കളെ ഇറക്കിയിട്ട് സീറ്റുകൾ പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. അപ്പം ഈ യുവാക്കളെ ഇറക്കുക എന്ന് പറയുമ്പോൾ അതിൽ യൂത്ത് കോൺഗ്രസ് ഉണ്ട്, അതുപോലെ തന്നെ KSU ഉണ്ട്. അത്തരത്തിൽ ഈ കോൺഗ്രസുമായൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റു ചില യുവ സംഘടനകളുടെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ആ തരത്തിൽ പല ആളുകളുടെയും പേര് ഇപ്പം ഇങ്ങനെ കേൾക്കുന്നുണ്ട്, പരിഗണിക്കുന്ന കാര്യത്തിൽ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു മീറ്റിംഗ് ചേർന്നിരുന്നു. ഇതിൽ ഈ തെരഞ്ഞെടുപ്പ് ആലോചനയൊക്കെ ബന്ധപ്പെട്ട് ചേർന്നിരുന്നു. KSUവിൻ്റെത് ചേർന്നിരുന്നു. അങ്ങനെ അതിൽ നിന്നൊക്കെ പല ആളുകൾക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട്. എന്തായാലും കൂടുതൽ യുവാക്കളെ പരിഗണിക്കണമെന്നുള്ള നിലയിൽ OJ ജനീഷിൻ്റെ പ്രസ്താവന നേരത്തെ തന്നെ വന്നു കഴിയുകയും ചെയ്തതാണ്. ഇപ്പം നിലവിൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് പല നേതാക്കന്മാരെ, അതായത് പല യുവ നേതാക്കന്മാരെ ഈ കോൺഗ്രസ് പരിഗണിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരം തൊട്ട് തുടങ്ങുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള വീണ എസ് നായരെ തിരുവനന്തപുരത്തെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലേക്ക് പരിഗണിക്കും എന്നാണ് കേൾക്കുന്നത്. അത് ഈ വട്ടിയൂർക്കാവ് പോലെയുള്ള മണ്ഡലത്തിൽ ഒരുപക്ഷെ വീണയെ പരിഗണിച്ചേക്കാം എന്ന് കേൾക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് വീണ ഈ അഡ്വക്കേറ്റ് എന്നുള്ള നിലയിലും അതുപോലെ തന്നെ ചാനൽ ചർച്ചയിലും പ്രതികരിക്കുന്ന, സ്ത്രീകളുടെ കാര്യത്തിനൊക്കെ വേണ്ടി പ്രതികരിക്കുന്ന ഒരാളെന്ന നിലയിലും വീണയ്ക്കൊരു സ്കോപ്പ് അവിടെ കാണുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പം പിന്നെ തിരുവനന്തപുരത്ത് നേമം ഷജീർ ഉൾപ്പെടെ ശബരിനാഥൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെയും പരിഗണിക്കും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരെയും ഇതിൽ അതെ, ശബരിനാഥന് ചിലപ്പോൾ ഒരു ഇളവ് കൊടുത്തേക്കാം എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. അറിയില്ല, കൃത്യമായി നമുക്ക് വിവരം കിട്ടില്ല. എന്തായാലും ഇപ്പം പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ചാണ് ചെങ്ങന്നൂരേക്ക് വരുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ വളരെ സജീവ നേതാവായിട്ടുള്ള കഴിഞ്ഞ തവണ, അതായത് എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന സമയത്ത് ബിനു ചുള്ളിയിൽ എന്ന് പറയുന്ന നേതാവിനെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആക്കണം എന്നായിരുന്നു അന്നത്തെ എല്ലാവരുടെയും ആവശ്യം. വളരെ സീനിയർ ആയിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ് ബിനു ചുള്ളി. വളരെ നമ്മൾ പറയുന്ന പോലെ ഒരു പൊളിറ്റിക്കൽ പ്രവർത്തകൻ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകന് വേണ്ട ഒരു നല്ല കുറേ ക്വാളിറ്റിയുള്ള നേതാവാണ് ബിനു. അങ്ങനെയുള്ള ബിനുവിനെ ഇപ്പോൾ നിലവിൽ ചെങ്ങന്നൂരേക്ക് പരിഗണിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ കായംകുളത്തേക്ക് വരുമ്പോൾ അരിത ബാബു കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്. അരിത വളരെ ഫേമസ് ആയിരുന്നു, വളരെ വൈറലായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയാണ്. പക്ഷേ അവിടെ തൊട്ടപ്പുറത്ത് ഈ LDFിൻ്റെ സ്ഥാനാർത്ഥി പ്രതിഭാ ഹരിക്ക് അവിടെ ഉണ്ടായിട്ടുള്ളൊരു മൈലേജിൻ്റെ പുറത്ത് മാത്രം പരാജയപ്പെട്ടു പോയൊരു സ്ഥാനാർത്ഥിയാണ് അരിത ബാബു എന്ന് പറയുന്നത്. അപ്പോൾ അരിത ബാബുവിനെ അവിടെ പരിഗണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ അനു താജിനെ, യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള അനു താജിനെയും അവിടെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതുപോലെ തന്നെ ആറന്മുളയിൽ അഭിനവ് വർക്കിയെ പരിഗണിക്കുന്നുണ്ട്. ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം വീണ ജോർജ് മത്സരിച്ച സ്ഥലമാണ്. ഇപ്പോൾ വീണ ജോർജ് ആറന്മുളയിൽ മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിലെ മറ്റൊരു മണ്ഡലത്തിൽ വീണ ജോർജ് മത്സരിക്കുമെന്നുള്ള ശ്രുതികളൊക്കെ കേൾക്കുന്നുണ്ട്. അവിടെ അഭിൻ വർക്കിയെ പോലൊരു സ്ഥാനാർത്ഥി ഈ പറയുന്ന ആറന്മുളയിൽ വന്നു കഴിഞ്ഞാൽ അത് വളരെയധികം ഗുണം ചെയ്യുമെന്നുള്ള പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഇപ്പം കനകുലുവിൻ്റെ ടീം ഒരു സർവേ നടത്തിയിട്ട് ഇവർക്കൊരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന സ്ഥലത്ത് ഇന്ന ആളുകൾ നിന്നാൽ വിജയ സാധ്യതയുണ്ട്. അതിൽ തന്നെ പല പാർട്ടാക്കി കൊടുത്തിട്ടുണ്ട്. തീരെ വിജയസാധ്യത ഇല്ലാത്ത സ്ഥലങ്ങളും അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ തന്നെ ഈ ആറന്മുളയിൽ അഭിൻ വർക്കിയെ പോലെ ഒരാൾ നിൽക്കുകയാണെങ്കിൽ വളരെയധികം വിജയസാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. അതേപോലെ ആറന്മുളയിൽ വിജയ് ഇന്ദുചൂടൻ്റെ പേരും പരിഗണിക്കുന്നുണ്ട്. വിജയ് ഇന്ദുചൂടനെ സംബന്ധിച്ചിടത്തോളം ചാനൽ ചർച്ചയിൽ കസറുന്ന ഏറ്റവും വൃത്തിയായി, ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് ശേഷം ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളെ ഞാൻ കണ്ടത് വിജയ് ഇന്ദുചൂടനെയാണ്. കണ്ണിങ് ആയിട്ട് കാര്യങ്ങൾ പറയാനും കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അവരുടെ കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കാനും കഴിവുള്ള ആളാണ് വിജയ് ഇന്ദുചൂടൻ. പഴയ കോൺഗ്രസ് നേതാവായിരുന്ന ഇന്ദുചൂടൻ്റെ മകനാണ് വിജയ് ഇന്ദുചൂടൻ. പക്ഷേ കോൺഗ്രസ് നേതാവിൻ്റെ മകനായിട്ട് നേരെ പറന്നിറങ്ങിയ ആളല്ല, നേരെ
പ്രവർത്തിച്ച് വളരെയധികം പ്രവർത്തന പാരമ്പര്യമുള്ള ഒരുപാട് സമരങ്ങളൊക്കെ ചെയ്ത് താഴെ തട്ടിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള നേതാവാണ് ആര് വിജയ് ഇന്ദുചൂഡൻ എന്ന് പറയുന്നത്. അപ്പോൾ വിജയ് ഇന്ദുചൂഡന് ഭയങ്കര ഫാൻ ബേസും ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വിജയ് ഇന്ദുചൂഡനെ അവിടെ പരിഗണിക്കുന്നുണ്ട്. രണ്ടുപേർക്ക് അവിടെ വിജയ സാധ്യത ഉള്ളതായിട്ടാണ് നിലവിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അമ്പലപ്പുഴയിൽ ഇപ്പം അറിയാലോ, അവിടെ ഈ ജി സുധാകരൻ്റെ വിഷയവും CPM-നുള്ളിലുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരു വലിയ വിഭാഗീയതയായി ബന്ധപ്പെട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ അമ്പലപ്പുഴയിൽ വളരെ സജീവമായിട്ട് MP പ്രവീണിനെ അവിടെ പരിഗണിക്കുന്നുണ്ട്. MP പ്രവീണിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്താണ് ആലപ്പുഴയിൽ പ്രവർത്തന പരിചയമുള്ള പാരമ്പര്യമുള്ള നേതാവാണ് MP പ്രവീൺ എന്ന് പറയുന്നത്. ഈ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട സമരത്തിൻ്റെ മുൻനിരയിലൊക്കെ MP പ്രവീൺ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അവിടെ ഒരു മികച്ച കോർഡിനേറ്റർ എന്നുള്ള നിലയിൽ MP പ്രവീൺ പലപ്പോഴായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു എന്താണ് കഴിവ് തെളിയിച്ച ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാദേശിക വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള സമരങ്ങളിൽ MP പ്രവീണിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു പല സമയത്തും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ MP പ്രവീണും അവിടെ എന്താണ് സാധ്യതയുണ്ട് എന്നാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെ മാവേലിക്കര മണ്ഡലത്തിൽ മീനു സജീവിനെ പരിഗണിക്കുന്നുണ്ട്. മീനു സജീവിനെ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വനിതാ പ്രാതിനിധ്യം വളരെ നിർണായകമായാണ്. അപ്പോൾ അതുകൊണ്ട് മീനു സജീവിനെ മാവേലിക്കര പരിഗണിക്കാനുള്ളൊരു സാധ്യത കൂടുതലാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പിന്നീട് കേൾക്കുന്നത് വൈപ്പിനാണ്. വൈപ്പിൻ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം CPM-ൻ്റെ ഒരു കോട്ടയാണ് വൈപ്പിൻ എന്ന് പറയുന്നത്. അപ്പം ഇപ്പോഴത്തെ MLA ആയി ബന്ധപ്പെട്ടൊക്കെ ചില ആരോപണങ്ങളും പ്രശ്നങ്ങളൊക്കെ അവിടെ വന്നിരുന്നു. ഈ ഒരു പൊളിറ്റിക്കൽ ട്രെൻഡിൽ അവിടെ ഒരു നല്ല സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അത് കോൺഗ്രസിന് അനുകൂലമായി മാറുമെന്നൊരു ചിന്ത കോൺഗ്രസിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഷാരോൺ മനക്കൽ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവിനെ അവിടെ നിർത്താനുള്ള എല്ലാ സാധ്യതയും നമ്മൾ നിലവിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒല്ലൂരിലോ കൊടുങ്ങല്ലൂരിലോ നിലവിലത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള OJ ജനീഷിനെ പരിഗണിക്കുന്നുണ്ട്. ഈ ഒല്ലൂരിൽ സന്ദീപ് വാര്യരുടെ പേര് അദ്ദേഹം യൂത്തിൻ്റെ ഭാഗമല്ല, കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് ഒല്ലൂരിൽ സന്ദീപ് വാര്യരുടെ പേരും കൂടി കേൾക്കുന്നുണ്ട്. ആ സമയത്ത് ഒരുപക്ഷെ ഈ പറയുന്ന OJ ജനീഷിന് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ഈ പറയുന്ന കൊടുങ്ങല്ലൂർ മണ്ഡലമാണ്. കൊടുങ്ങല്ലൂരിലാണ് OJ ജനീഷിൻ്റെ സ്ഥലം എന്ന് പറയുന്നത്. അവിടെ ഒരുപാട് കാലമായിട്ട് പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള ആളാണ് OJ ജനീഷ്. മാത്രമല്ല യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്. OJ ജനീഷിൻ്റെ സീറ്റ് ഉറപ്പാണ്. അതുകൊണ്ട് കൊടുങ്ങല്ലൂരിൽ OJ ജനീഷിന് സാധ്യതയുണ്ട്. ഇപ്രാവശ്യം ഈ BJP കൊടുങ്ങല്ലൂർ പിടിക്കും ഈ തദ്ദേശ ഇലക്ഷനിൽ നിന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ പോലും BJPയുടെ ആ കുതിപ്പിന് അവിടെ ഒരു തടയിടാൻ OJ ജനീഷിൻ്റെ ചില ഇടപെടലുകൾ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് കൊടുങ്ങല്ലൂരിൽ ഈ പറയുന്ന OJ ജനീഷിനെയും പരിഗണിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരെ കുന്നംകുളത്തേക്ക് വരുമ്പോൾ സോയാ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ സജീവമായിട്ടുള്ള നേതാവാണ്. പ്രതികരണം എല്ലാ ചർച്ചകളിലും പ്രതികരിക്കുന്ന നേതാവാണ്. പല മീഡിയകളിലും പിന്നെ ഈ കോൺഗ്രസിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന കൃത്യമായ നിലപാട് പറയുന്ന ആളാണ്. പക്ഷേ ഒരു വലിയ നിലയിൽ അഹങ്കാരമൊന്നും ഇല്ലാത്ത നേതാവ് നമ്മൾ പറയില്ല. വളരെ ഒരാളോടൊക്കെ പെരുമാറുന്ന രീതിയിലൊക്കെ വളരെ ലളിതമായി പെരുമാറുന്ന, വളരെ ഏതാളോട് നല്ല ബന്ധം വെച്ച് പുലർത്തുന്ന ഒരു വനിതാ നേതാവ്, വളരെ ശക്തയായിട്ടുള്ളൊരു വനിതാ നേതാവായിട്ട്. ഇപ്പം ഈ പണ്ട് ഈ സൗമിനി ജെയിൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഈ കോൺഗ്രസ്സിന് തന്നെ പലതരത്തിലുള്ള ദീപ്തി മേരി വർഗീസ് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ശേഷം ഉയർന്നു വരുന്ന ഒരു നല്ല നേതാവ് എന്ന നിലയിൽ സോയാ ജോസഫിനെ പലപ്പോഴും കാണാറുണ്ട്. അങ്ങനെയുള്ള സോയാ ജോസഫിനെ കുന്നംകുളത്ത് പരിഗണിച്ചേക്കാം എന്ന് കേൾക്കുന്നുണ്ട്. അവിടെ CPM-ൻ്റെ സ്ഥാനാർത്ഥിയിൽ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ സോയാ ജോസഫ് പരിഗണിക്കപ്പെട്ടേക്കാം. ചേലക്കരയ്ക്ക് വരുമ്പോൾ പാലക്കാട് ചേലക്കരയ്ക്ക് വരുന്ന സമയത്ത് അവിടെ ശ്രീലാൽ സീതറിൻ്റെ പേര് വളരെ കാര്യമായിട്ട് പരിഗണിക്കുന്നുണ്ട്. ശ്രീലാലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടുത്തെ ജനങ്ങൾക്കിടയിൽ ശ്രീലാലിന് ഒരു മതിപ്പുണ്ട്. അവിടെ ഒരു സാധാരണ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനായി വന്ന് അവിടെ സമരങ്ങൾ നയിച്ച് പല സ്ഥലങ്ങളിലായിട്ടും, അതായത് ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനവും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് ശ്രീലാൽ എന്ന് പറയുന്നത്. അപ്പം മാത്രമല്ല അവിടുത്തെ യൂത്തിനിടയിൽ നല്ല സ്വാധീനമുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ ഈ പ്രാദേശികമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലും പിന്നെ അതുപോലെ തന്നെ ഈ പൊതുയോഗങ്ങളിലൊക്കെ അദ്ദേഹം സംസാരിക്കുന്ന സമയത്തൊക്കെ അവിടെ ആളുകൾ വളരെ കണ്ണിങ് ആയിട്ട് കേൾക്കാറുണ്ട്. ഒരു അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായത്തിന് വ്യക്തതയോടുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതിൽ ഈ ശ്രീലാലിന് വളരെ ഒരു കഴിവുള്ള ആളാണ് ശ്രീലാൽ. അപ്പം അതുപോലെ തന്നെ ഷൊർണൂരേക്ക് വരുമ്പോൾ OK ഫാറൂഖിൻ്റെ പേര് അവിടെ കേൾക്കുന്നുണ്ട്. OK ഫാറൂഖ് ഈ മുൻപ് ഷൊർണൂർ മണ്ഡലത്തിൽ പേര് കേട്ട വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ പേര് കേട്ടിരിക്കുന്ന സമയത്ത് ഇവിടെയും OK ഫാറൂഖിൻ്റെ പേര് പരിഗണിക്കപ്പെടുന്നു. ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് ഫാറൂഖിനെ പരിഗണിച്ചേക്കാം എന്നുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് സാധ്യത മാത്രമാണ്. കാര്യം മറ്റു പല നേതാക്കന്മാരും സീനിയർ നേതാക്കന്മാരും ഒറ്റപ്പാലം അതുപോലെ തന്നെ ഷൊർണൂർ തുടങ്ങിയ സീറ്റുകളൊക്കെ നോട്ടമിടുന്നത് കൊണ്ട് അതൊരു സാധ്യതയാണ് എന്ന് പറയാം.
പിന്നെ അതുപോലെ തന്നെ ഒറ്റപ്പാലത്ത് KS ജയഘോഷിൻ്റെ പേര് കേൾക്കുന്നുണ്ട്. ഒറ്റപ്പാലത്ത് KS ജയഘോഷിൻ്റെ പേര് വളരെ നല്ല ഒരു പേരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒറ്റപ്പാലത്ത് സരീന പരിഗണിച്ചിരുന്നു. സരീന പരിഗണിക്കുന്നതിന് ശേഷം ജയഘോഷിനിലേക്ക് വരുമ്പോൾ ജയഘോഷിൻ്റെ ഗുണമെന്ന് പറയുന്നത് അവിടെ പ്രാദേശികമായി ജയഘോഷിന് വലിയ സ്വാധീനമുണ്ട്. അപ്പം അതിന് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കാനും ഈ പറയുന്ന പലതരത്തിലുള്ള സമവാക്യങ്ങൾ വളരെ കൃത്യമായി ഉറപ്പിക്കാനും ജയഘോഷിൻ്റെ സ്ഥാനാർത്ഥത്തിന് സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോഴിക്കോടേക്ക് എത്തുന്ന സമയത്ത് നാദാപുരം മണ്ഡലം നിലവിൽ CPIയുടെ കയ്യിലുള്ള മണ്ഡലമാണ്. EK വിജയൻ MLAയുടെ മണ്ഡലമാണ്. അവിടെ വളരെ പ്രധാനപ്പെട്ട യൂത്ത് സ്ഥാനാർത്ഥികളെയൊക്കെ അവിടെ പരിഗണിക്കുന്നുണ്ട് LDF. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു വളരെ കാര്യമായ മത്സരം ഉണ്ടാവും. പക്ഷേ അവിടെ കോൺഗ്രസിന് സാധ്യതയുള്ള മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സംഘടനാ സംവിധാനമുള്ള സ്ഥലം കൂടിയാണ് നാദാപുരം. ആ നാദാപുരത്തേക്ക് പിന്നെ ഈ പറയുന്ന KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റും ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസ് നേതാവുമായിട്ടുള്ള KM അഭിജിത്തിൻ്റെ പേര് അവിടെ കാര്യമായിട്ട് പരിഗണിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതുപോലെ തന്നെ അവിടെ ഷഹീൻ്റെ പേര് കേൾക്കുന്നുണ്ട്. ഷഹീൻ ഇപ്പം നിലവിൽ അവിടെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് മത്സരിച്ച് വിജയിച്ച ആളാണ് ഷഹീൻ. അതുകൊണ്ട് ഷഹീൻ അവിടെ മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ ഷഹീൻ്റെ പേരും നമ്മൾ ഈ പല സോഴ്സുകളിൽ നിന്നും കേൾക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ സാധ്യത ഈ പറയുന്ന അഭിജിത്തിന് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ല, ഇപ്പൊ ഈ പറയുന്നതെല്ലാം യുവാക്കളായവരുടെ പേരല്ലേ? ഈ മുതിർന്ന നേതാക്കൾ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നല്ലോ. അല്ല, മുതിർന്ന നേതാക്കൾ ഇപ്പം നമ്മൾ നിലവിൽ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടും യുവത്വമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഇപ്പം നമ്മൾ എടുക്കുന്നത്. അപ്പം നമുക്ക് മുതിർന്നത് നേതാക്കന്മാരുടെ കാര്യം ഒരു വേറൊരു എപ്പിസോഡായിട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൽ അതുപോലെ തന്നെ അവിടെ നിന്ന് നാദാപുരത്തേക്ക് വരുന്ന സമയത്ത് അവിടെ ഈ യൂത്തിന് പരിഗണനയുള്ള വേറെ മണ്ഡലങ്ങളുണ്ട്. ഇപ്പോൾ പേരാമ്പ്ര മണ്ഡലത്തിൽ KM അഭിജിത്തിനെ പേരാമ്പ്ര മണ്ഡലത്തിലും പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അവിടെ ഈ KSUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന അർജുൻ കറ്റയാട്ടിനെ പേരാമ്പ്രയിൽ വളരെ സജീവമായിട്ട് KSUവിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നല്ല യൂത്ത് എന്നുള്ള നിലയിൽ അർജുനെ അവിടെ പരിഗണിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അർജുനെ സംബന്ധിച്ചിടത്തോളം അവിടെ മുൻ വാർഡ് മെമ്പറായിരുന്നു. അവിടെ ഭരണപരിചയമുണ്ട്. ഈ കാലിക്കറ്റ് സർവകലാശാല തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് സർവകലാശാലയെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം UDSFൻ്റെ കൈകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ എന്നുള്ള നിലയ്ക്ക്, അത് നേതൃത്വം കൊടുത്ത ആൾ എന്നുള്ള നിലയ്ക്കൊക്കെ വളരെ നല്ല നിലയ്ക്ക് അറിയപ്പെടുന്ന ഒരു സൗമ്യനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ. പക്ഷേ കർശനമായ നിലപാടുകളിലൂടെ ഇപ്പം അവിടെ ചേർമല പ്രശ്നം ഒക്കെയുള്ള സമയത്ത് അവിടെ കർശനമായി ഇടപെടുകയൊക്കെ ചെയ്ത ചെറുപ്പക്കാരനാണ് അർജുൻ കറ്റയാട്ട്. അപ്പോൾ അർജുൻ കറ്റയാട്ടിൻ്റെ പേരും ഈ പേരാമ്പ്രയിൽ പരിഗണിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതും യൂത്താണ്. അതുപോലെ തന്നെ ബാലുശ്ശേരി മണ്ഡലത്തിൽ KSUവിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള VT സൂരജ് വളരെ നല്ല നേതാവാണ്. ഒരു ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ചെറുപ്പക്കാരനാണ്, നേതാവാണ്. അദ്ദേഹത്തെ ഈ ബാലുശ്ശേരി മണ്ഡലത്തിൽ പരിഗണിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സൂരജിനെ സംബന്ധിച്ചിടത്തോളം സൂരജ് KSUവിൻ്റെ പ്രസിഡന്റ് ആയതിനു ശേഷം കോഴിക്കോട് ജില്ല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വളരെ നല്ല മികച്ച വിജയം KSUവിന് ഉണ്ടാക്കാൻ കഴിഞ്ഞു. സംഘടനാ പ്രവർത്തനത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഈ പോലീസ് ഏറ്റുമുട്ടലിനെതിരായിക്കൊണ്ട്, പോലീസിൻ്റെ ബുദ്ധിമുട്ടിക്കലിനെതിരായിക്കൊണ്ട് ഈ തിരഞ്ഞു പിടിച്ച് മർദ്ദിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്ത ആളാണ് സൂരജ് എന്ന് പറയുന്നത്. അപ്പോൾ സംസ്ഥാനത്ത് തന്നെ ഈ KSUവിൻ്റെ ജില്ലാ നേതാക്കന്മാരെ എടുത്ത് പരിശോധിച്ചാൽ ഈ സൂരജിനെ പോലുള്ള ആളുകൾക്ക് വളരെ വലിയ പരിഗണന കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള സൂരജിനെ ബാലുശ്ശേരി മണ്ഡലത്തിൽ പരിഗണിക്കുന്നു എന്നാണ് നമ്മളിപ്പം മനസ്സിലാക്കുന്നത്. അതുപോലെ തളിപ്പറമ്പിൽ മൂസിൻ്റെ പേര് കേൾക്കുന്നുണ്ട്. തളിപ്പറമ്പിൽ യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള മൂസിൻ കാദിയോടിൻ്റെ പേര് വളരെ സജീവമായിട്ട് തന്നെ തളിപ്പറമ്പ് മണ്ഡലത്തിൽ പരിഗണിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. തളിപ്പറമ്പ് ഇത്തവണ കോൺഗ്രസിന് സാധ്യത കൽപ്പിക്കുന്ന ചില സർവേകളിലൊക്കെ കോൺഗ്രസിനാണ് സാധ്യത കൂടുതലെന്ന് പറഞ്ഞ മണ്ഡലമാണ്. അവിടെ ഈ പറയുന്ന പോലെ മൂസിൻ്റെ പേരുണ്ട്. അതുപോലെ തന്നെ അബ്ദുൾ റഷീദിൻ്റെ പേരും കൂടെ അവിടെ കേൾക്കുന്നുണ്ട്. അബ്ദുൾ റഷീദ് ഒരു നല്ല നേതാവായിട്ടുള്ള ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരും കൂടെ കേൾക്കുന്നുണ്ട്. കൂടുതൽ സാധ്യത ഞാൻ മനസ്സിലാക്കുന്നത് മൂസിൻ കാദിയോടിനോട് സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പയ്യന്നൂരിൽ കോൺഗ്രസ് നേതാവായിട്ടുള്ള വിജിലിനെ പരിഗണിക്കുന്നുണ്ട്. പയ്യന്നൂരിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പരിചയമുള്ള പല നല്ല രാഷ്ട്രീയ നേതാക്കന്മാരായിട്ട് ബന്ധമുള്ള സുധാകരൻ ഉൾപ്പെടെയുള്ള ആൾക്കാരായിട്ടൊക്കെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ആളാണ് വിജിൽ. അപ്പം അങ്ങനെയുള്ള ഒരു നല്ല രാഷ്ട്രീയ നേതാവ് ആയിട്ട് നിൽക്കുന്ന വിജിലിനെ അവിടെ പരിഗണിക്കുന്നു എന്നുള്ളൊരു സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഇപ്പം വിജിൽ മോഹൻ്റെ കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് ഈ കണ്ണൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പല സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളാണ് വിജിൽ മോഹൻ. അപ്പം വിജിലിനെ അവിടെ പരിഗണിക്കുമ്പോൾ അതിൻ്റേതായ സാധ്യതകൾ കൂടി കോൺഗ്രസ് കാണുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ഈ മൂസിൻ്റെ പേരും ഈ പയ്യന്നൂരിലും മൂസിൻ ഖാദിയോടിൻ്റെ പേര് പയ്യന്നൂരിലും ഒരു ചർച്ചാ വിഷയമായി വന്നിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു വിഷയം. തൃക്കരിപ്പൂരിലേക്ക് എത്തുന്ന സമയത്ത് തൃക്കരിപ്പൂരിൽ CPM കോട്ടയായിട്ടുള്ള സ്ഥലമാണ് തൃക്കരിപ്പൂർ എന്ന് പറയുന്നത്. പക്ഷേ അവിടെ ജയസാധ്യതയുണ്ട് കോൺഗ്രസിന് എന്നുള്ള സർവേ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോമോൻ ജോസിനെ അവിടെ പരിഗണിക്കുന്നുണ്ട് എന്നതാണ്. അവിടെ നല്ല ഇടപെടലുകൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നടന്ന, അല്ലെങ്കിൽ ഇപ്പം ഈ IT രംഗത്തൊക്കെ നല്ല ഇടപെടൽ നടത്തിയ ആളാണ് ഈ പറയുന്ന പോലെ ജോമോൻ ജോസ്. അപ്പോൾ ജോമോൻ ജോസിൻ്റെ പേര് ഈ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ വളരെ സജീവമായിട്ട് തന്നെ പരിഗണിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുള്ള ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് എന്ന് ചില കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. കാസർഗോഡ് എത്തുന്ന സമയത്ത് കാസർഗോഡ് തന്നെ ഉള്ള ഉദുമ മണ്ഡലത്തിൽ നിലവിൽ VP അബ്ദുൾ റഷീദിൻ്റെ പേര് അവിടെയും പരിഗണിക്കുന്നുണ്ട്. അബ്ദുൾ റഷീദിനെ സംബന്ധിച്ചിടത്തോളം അവിടെ അബ്ദുൾ റഷീദ് നിർത്തുകയാണെങ്കിൽ മൈനോറിറ്റി വോട്ട് ഉൾപ്പെടെയുള്ളത് കേന്ദ്രീകരിക്കപ്പെടും എന്നൊരു ചിന്ത യൂത്ത് കോൺഗ്രസിനും അതുപോലെ തന്നെ കോൺഗ്രസിനകത്തും ഉണ്ട്. ഇത്തരം ആളുകളെല്ലാം നിലവിൽ സംസ്ഥാനത്ത് പരിഗണിക്കുന്നുണ്ട്. മറ്റ് പല നേതാക്കന്മാരും ഉണ്ട്, എങ്കിലും വളരെ സജീവമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന പേരുകൾ ഇവരുടേതാണ്. അതുപോലെ തന്നെ മിവാ ജോളിയുടെ പേരും അത് ഒക്കെ കേൾക്കുന്നുണ്ട് നിലവിൽ. അപ്പോൾ അങ്ങനെ നല്ല നിലയ്ക്കുള്ള ഒരുപാട് യൂത്ത് നേതാക്കന്മാരുടെ പേരുകൾ കോൺഗ്രസിനകത്ത് ഉയർന്നു കേൾക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൽ മറ്റൊരു സംശയം, ഇപ്പോൾ CK ജാനു UDF വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ഈ മാനന്തവാടിയിൽ CK ജാനുവിനെ പരിഗണിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഈ വയനാടിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം ഈ CK ജാനു ഇപ്പം ഈ UDF ഘടകകക്ഷിയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ UDF ഘടകകക്ഷിയായിട്ട് അസോസിയേറ്റ് ഘടകകക്ഷിയായിട്ട് അൻവറിൻ്റെ പാർട്ടിയും ജാനുവിൻ്റെ പാർട്ടിയാണ് കൊണ്ടുവന്നത്. അപ്പം അവിടെ മാനന്തവാടി CK ജാനു ആവശ്യപ്പെട്ടു, മാനന്തവാടിയോ അല്ലെങ്കിൽ സുൽത്താൻ ബത്തേരിയോ ഈ CK ജാനു ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിലേതെങ്കിലും ഒരു സീറ്റ് CK ജാനുവിന് കൊടുക്കും, അതിൽ സംശയമൊന്നുമില്ല. അതിൽ ഒരു വിട്ടുവീഴ്ച UDF ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അങ്ങനെയാണ് അസോസിയേറ്റ് ആയിട്ട് അവരെ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് വയനാട്ടിലെ ഒരു മണ്ഡലം അത് മിക്കവാറും മാനന്തവാടി അല്ലെങ്കിൽ ഈ പറയുന്ന സുൽത്താൻ ബത്തേരി മണ്ഡലം ഒന്ന് കൽപ്പറ്റ കൊടുക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഈ 2 മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കാൻ സാധ്യത കൃത്യമായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അവിടെയും മറ്റു പല യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ പേരുകളും കേൾക്കുന്നുണ്ട് അല്ലേ? അതല്ല, കാരണം അവിടെ ഏറ്റവും അധികം ജനസംഖ്യ ഉള്ളത് അവിടെ പണിയ വിഭാഗത്തിൽ നിന്നാണ്. അപ്പോൾ പണിയ വിഭാഗത്തിലെ ആൾക്കാർ ആവശ്യപ്പെടുന്നത് അവരുടെ വിഭാഗത്തിൽ നിന്നൊരാളെ നിർത്തണമെന്ന് അവരുടെ ആവശ്യം ഉയരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായിട്ട്, അതായത് അമിത്ഷാ നേരിട്ട് ഇടപെട്ടാണ് അവിടെയുള്ള ഒരു ആദ്യത്തെ MBA കാരനായ മണിക്കുട്ടൻ പണിയൻ എന്ന ആ ഒരു യുവ നേതാവിനെ, കോൺഗ്രസ്സുകാരനാണ്, അദ്ദേഹത്തെ അവർ തന്നെ തീരുമാനിക്കുകയും BJP സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിക്കുകയും വളരെ നാടകീയമായി തന്നെ അത് അല്ല, തനിക്കതിൽ BJPക്ക് വേണ്ടി മത്സരിക്കാൻ കഴിയില്ല എന്ന രീതിയിൽ മണിക്കുട്ടൻ അത് പിന്മാറുകയും ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പണിയ വിഭാഗത്തിൽ നിന്നും ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള MBA കാരനായിട്ടുള്ള ഒരാളെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ ആ വിഭാഗത്തിൽ തന്നെ ഒരു ഉന്നമനത്തിന് നല്ലതായിരിക്കുമെന്ന് കരുതുന്നു. വലിയ സന്ദേശം കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അത് BJP അമിത്ഷാ നേരിട്ട് ഇടപെട്ടിട്ട് സ്ഥാനാർത്ഥിയാവാൻ പറഞ്ഞിട്ട് എനിക്ക് പറ്റില്ല, ഞാൻ കോൺഗ്രസ്സുകാരനാണ് എന്ന് പറഞ്ഞു വരുന്ന ഒരാൾ എന്ന് പറയുന്നത് കോൺഗ്രസിനോട് അത്രയും കൂറുള്ള ആളായിരിക്കും. മാത്രവുമല്ല, ഈ പണിയ വിഭാഗത്തിലുള്ള ഒരാളെ ഒരു എഡ്യൂക്കേറ്റഡ് ആയ മനുഷ്യനെ ഈ പറയുന്ന MLA സ്ഥാനത്ത് കൊണ്ടുവരുമ്പോൾ വയനാടിന് വേണ്ടി, പണിയ വിഭാഗങ്ങൾക്ക് വേണ്ടി, ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടി കൃത്യമായൊരു പദ്ധതി ആവിഷ്കരിക്കാനും അവരുടെ എന്താണ് യഥാർത്ഥ പ്രശ്നം, എങ്ങനെ അത് പരിഹരിക്കാം എന്നുള്ളത് കൂടെ കൃത്യമായൊരു പ്ലാനിങ് ഉണ്ടാക്കാനൊക്കെ അത് സഹായകമാകും. കാരണം ഈ മണിക്കുട്ടൻ തൻ്റെതായ രീതിയിൽ തന്നെ തൻ്റെ സമുദായത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് അത് ആ കോൺഗ്രസ് ആ ആളെ കൂടി പരിഗണിച്ചാൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും. കാരണം ആദ്യത്തെ MBA കാരനാണ് ആ വിഭാഗത്തിൽ നിന്നുള്ളത് തന്നെ. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ പ്രയോജനം കോൺഗ്രസിനും ഉണ്ടാകുമായിരിക്കും, ആ വിഭാഗത്തിനും നാടിനും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഒരുപക്ഷെ CK ജാനുവിനെ മറ്റൊരു ഇപ്പം ബത്തേരി പോലുള്ള മണ്ഡലങ്ങളിൽ പരിഗണിക്കുകയാണെങ്കിൽ അത് സാധ്യമായേക്കാം. അതെ.